ഹലോ, വെൽക്കം ബാക്ക് ടു കറി ലീവ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കറി ലീവ്സിലെ വീഡിയോ എന്ന് പറയുന്നത് ആറ്റുകാൽ പൊങ്കാലയുടെ നിവേദ്യമായിട്ടുള്ള തെരളിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഉത്സവം എന്ന് തന്നെ പറയാം. ഒരു ഉത്സവം തന്നെയാണ്. അപ്പോൾ അതിന് നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റങ്ങളിൽ ഒന്നാണ് തെരളി. വയനയില അപ്പം എന്നും പറയാറുണ്ട്. അതായത് ഇത് ഉണ്ടാക്കുന്ന ഇലയുടെ പേരാണ് വയനയില, അതുകൊണ്ട് വയനയില അപ്പം എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി അധിക സമയമില്ല, ഒരു 1-2 മാസമേ ഉള്ളൂ. അപ്പൊ അപ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ തിരുവനന്തപുരം ഈ തെക്കൻ ജില്ലകളിലുള്ള എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ചും തെരളിയെ കുറിച്ചൊന്നും പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. എല്ലാവരും അതൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ വടക്കൻ ജില്ലകളിലൊക്കെ ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ച് അറിയാമെങ്കിലും അവര് കൂടുതലായിട്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അങ്ങനെ വരാറില്ല. അതുപോലെ തന്നെ അവർക്ക് ഈ പൊങ്കാല നിവേദ്യത്തെ കുറിച്ച് മാത്രമേ അത്ര അറിയുണ്ടാവുള്ളൂ. അവർക്ക് തെരളിയും മണ്ടപ്പുറ്റ് അതിനെ കുറിച്ചൊന്നും അത്രയ്ക്ക് അധികം അറിയില്ലായിരിക്കും. അപ്പൊ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ വടക്കൻ ജില്ലകളിലുള്ളവർക്കൊക്കെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വരുമ്പോഴത്തേക്കും അവർക്ക് ഇതൊക്കെ ഒന്ന് ചെയ്യാനായിട്ടും ഒക്കെ ഇത് സഹായമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ അധികം വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ വരുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓളിൽ തന്നെ പ്രസ് ചെയ്യുക. അപ്പൊ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പച്ചരിയാണ്. പച്ചരി വെള്ളത്തിലിട്ട് വെക്കണം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ഗ്ലാസ്സിന് 1 ഗ്ലാസ് പച്ചരി എടുത്തിട്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 2-3 മണിക്കൂർ നമുക്ക് കുതിർത്ത് വെക്കാം. അതിന് ശേഷം ഇത് ഊറ്റിയെടുത്തിട്ടാണ് നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ 2-3 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഊറ്റി വെക്കാം. ഊറ്റിയിട്ട് നന്നായിട്ട് വെള്ളം പോയതിന് ശേഷമാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ കുറേ സമയം വെള്ളം തീരെ ഇല്ലാത്ത രീതിയിലായി കിട്ടണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ വെള്ളമൊക്കെ പോയതിന് ശേഷം ഈ അരി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണിത്. അപ്പൊ പൊടിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് വറക്കണം. നമുക്ക് വറക്കാന്ന് പറയുമ്പോൾ കൂടുതലിട്ട് വറക്കൊന്നും വേണ്ട, അത് ജസ്റ്റ് ഒന്ന് ആവി കയറി കിട്ടിയാൽ മതി. അല്ലാതെ വറക്കൊന്നും വേണ്ട, ഒന്ന് ആവി കയറി വരണം, അതൊന്ന് ചൂടാവണം. അപ്പൊ നമ്മൾ സാധാരണ പൊങ്കാലയ്ക്ക് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോവുകയാണെങ്കിൽ തലേ ദിവസം തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കും. അപ്പൊ ഇതുപോലെ ആവി കയറ്റിയൊക്കെ നമ്മൾ ഒരു വേറെ പാത്രത്തിലാക്കി മാറ്റി വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് അവിടുന്ന് മാവൊക്കെ കുഴച്ചതിന് ശേഷമാണ് നമ്മൾ പൊങ്കാല അടുപ്പിൽ ഇത് ഉണ്ടാക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ അവിടെ ഇട്ട് അടുപ്പിലിട്ടിട്ടല്ല, പൊങ്കാലയ്ക്ക് പോയിട്ട് അവിടെ വെച്ചല്ല നമ്മളിത് മാവ് ആവി കയറ്റുന്നത്. വീട്ടിൽ നിന്ന് തന്നെ ആവി കയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോ ആവി കയറി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്ന് തണുക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് ഇലയൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പൊ നമുക്ക് വേണ്ടത് വയനയിലയാണ്. വയനയില എന്ന് പറയുമ്പോൾ അറിയാത്തവർക്കായിട്ട് പറയാണ്, ഒരു കറുകപ്പട്ടയുടെ ഒക്കെ മണമുള്ള ഒരു ഇലയാണ്. പക്ഷെ കറുകപ്പട്ടയുടെ ഇലയല്ല, അതുപോലെ ഇരിക്കും കാണാനും, പക്ഷെ അത് കറുകപ്പട്ടയല്ല. അപ്പൊ ഈ ഒരു ഇല വെച്ചാണ് നമ്മൾ വയനയിലപ്പം ഉണ്ടാക്കുന്നത്, അതായത് തെരളി ഉണ്ടാക്കുന്നത്. ഈ ഇലയ്ക്ക് നല്ലൊരു മണമാണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് തെരളിക്കും അതിൻ്റെ ഒരു മണം വരും. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ വയനയിലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടാതെ ഈർക്കിളും കൂടെ വേണം. ഈർക്കിള് പച്ച ഈർക്കിളാണ് ഉപയോഗിക്കുന്നത്. അത് നീളത്തിൽ തന്നെ എടുക്കണം. ഇനി ഈ ഇല ആദ്യം നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അത് കഴുകി ഒന്ന് ഊറ്റി വെക്കാം. അപ്പൊ അതിന്റെ വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേക്ക്. ഇലയിൽ ചിലപ്പോൾ നന്നായിട്ട് പൊടിയൊക്കെ കാണും, പിന്നെ ചെറിയ ഉണ്ട പോലെയൊക്കെ അതിന്റെ ബാക്കിൽ കാണും ചില ഇലയിൽ. അങ്ങനത്തെ ഇല ഉണ്ടെങ്കിൽ എടുത്ത് കളയാം, അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അത് ഇതുപോലെ ഇരിക്കുന്ന ഇലയൊക്കെ എടുത്ത് കളയാം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വൃത്തിയാക്കി നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഊറ്റി ഒന്ന് ഉണങ്ങാനായിട്ട് എടുത്തു വെക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യണത്, നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മാവ് ചൂടാറിയിട്ടുണ്ട്. ആവിക്ക് കയറ്റി വെച്ച മാവ് ചൂടാറി വന്നിട്ടുണ്ട്. അത് നമ്മളൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കുകയാണ്. നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഞാൻ എടുത്ത മാവ് എന്ന് പറയുമ്പോൾ ഒരു 250 ഗ്രാം മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അത് കണക്കാക്കി എടുക്കാം. അതിൽ നിന്ന് ഒരു 20 മുതൽ 25 വരെയൊക്കെ വയനയിലപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങളിട്ട അരി കൂടുതലായിരുന്നെങ്കിൽ പൊടിച്ചതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അരിമാവ് എടുത്താൽ മതി.
ഇതിപ്പോൾ അരിച്ചെടുത്തതിന് ശേഷമുള്ള മാവാണ്. ഇത്രയും മാവാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ശർക്കര 250 ഗ്രാമിന് ഏകദേശം ഒരു 200 ഗ്രാം ശർക്കര മതിയാവും. അപ്പം ഞാൻ ആ കണക്ക് ഒരു ഏകദേശം കണക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ തൂക്കി നോക്കിയിട്ടൊന്നുമല്ല എടുത്തത്. അപ്പം നിങ്ങൾ അത് അനുസരിച്ച് എടുക്കുക. നമ്മളിപ്പോൾ സാധാരണ പൊങ്കാലയ്ക്ക് പോകുമ്പോൾ അങ്ങനെ അളവൊന്നും നോക്കിയിട്ടല്ല, ആ മാവിൻ്റെ കറക്റ്റ് പരുവം എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് അങ്ങ് ശർക്കര ചേർക്കുകയാണ് ചെയ്യുന്നത്. പഴം കൂടെ ചേർക്കുന്നതുകൊണ്ട് മധുരം ഒരുപാട് വേണ്ട ശർക്കര. അപ്പോൾ ഒരു 250 ഗ്രാം മാവാണെങ്കിൽ 200 ഗ്രാം ശർക്കര മതിയാവും. ഈ ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കാൻ പാടില്ല. ഇത് ചീവിയാണ് എടുക്കേണ്ടത്. ഒരു കത്തി വെച്ചൊന്ന് ചീവി എടുത്താൽ മതി. അതാണ് നമ്മൾ ഇടയിലിട്ട് കുഴയ്ക്കുന്നത്. അപ്പോൾ ഉരുക്കി എടുത്തു കഴിഞ്ഞാൽ വെള്ളം കൂടി പോകും. അപ്പം നമുക്ക് ഈ മാവിൻ്റെ കറക്റ്റ് പരുവം കിട്ടത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നേരത്തെ നമ്മൾ വറുത്ത് ആവിയേറ്റി തണുത്ത ആ മാവിലോട്ട് ഈ ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഏകദേശം 1 കപ്പിൽ കൂടുതൽ ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങയൊക്കെ കൂടിയാലും കുഴപ്പമില്ല, രുചി കൂടേ ഉള്ളൂ. അപ്പോൾ അത്രയും തേങ്ങയും പിന്നെ ഇതിലോട്ട് വേണ്ടത് പഴമാണ്. അപ്പോൾ പാളയംതോടൻ പഴമാണ് നമ്മൾ സാധാരണയായിട്ട് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇന്നും പാളയംതോടൻ കിട്ടിയില്ല. ഇന്ന് സൺഡേ ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് കടകൾ അങ്ങനെ തുറന്നിട്ടില്ല. അപ്പോൾ തുറന്ന കടയിൽ ഉണ്ടായിരുന്നത് ആകെ റോബസ്റ്റ പഴമായിരുന്നു. അപ്പോൾ റോബസ്റ്റയ്ക്കും ഏകദേശം ഒരു പുളിപ്പൊക്കെ ഉള്ള പഴം തന്നെ ആയതുകൊണ്ട് ഞാൻ പാളയംതോടൻ പഴത്തിൻ്റെ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ആ പഴമാണ് മേടിച്ചത്. അപ്പോൾ പാളയംതോടൻ പഴം എന്ന് പറഞ്ഞാൽ മൈസൂർ പഴം എന്ന് വടക്കോട്ടൊക്കെ പറയും. അപ്പോൾ ആ മൈസൂർ പഴമാണ് ശരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ പാളയംതോടൻ റോബസ്റ്റ പഴമാണ് ഉപയോഗിച്ചെങ്കിലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. സെയിം ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതായാലും കുഴപ്പമില്ല. അപ്പം നമ്മളിത് കുഴയ്ക്കുന്ന സമയത്ത് പഴം ചേർത്ത് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, ഒരുമിച്ച് കുറേ പഴം ചേർത്ത് കൊടുക്കരുത്. ആദ്യം 1-2 പഴം ചേർത്ത് പിന്നെ കറക്റ്റ് പരുവായോ നോക്കിയതിന് ശേഷം അടുത്ത പഴം ചേർക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ലൂസായി പോയാൽ നമുക്ക് ഈ ഇലയിൽ ഇത് സെറ്റാക്കി വെക്കാൻ പാടാണ്. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ചേർക്കുക. അപ്പോൾ ഈ മാവിൻ്റെ പരുവം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പിടിച്ചതിൽ വെക്കാൻ പറ്റണം. അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ വല്ലാണ്ട് ലൂസായി പോകാനും പാടില്ല, ഭയങ്കര കട്ടിയും ആവരുത്. കട്ട് ചെയ്ത് കഴിഞ്ഞാലും ടേസ്റ്റ് കാണില്ല. അപ്പോൾ പഴവും വേണം, തേങ്ങയും വേണം, ശർക്കര അത്യാവശ്യത്തിന് മാത്രം ചേർക്കുക. പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്താണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവം മതി നമുക്ക്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വയനയില എടുത്തിട്ട് അതിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ആ ഇല നന്നായിട്ട് ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു സൈഡിൽ ഇതുപോലെ വെച്ചൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് മറ്റേ എൻഡിലും വെച്ച് മടക്കിയിട്ട് രണ്ടും കൂടെ ചേർത്തൊന്ന് സൈഡൊക്കെ ഒന്ന് ഫിനിഷിങ് ആക്കി കൊടുത്തിട്ട് ആ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഈർക്കിളുണ്ടല്ലോ അത് ഇതിൻ്റെ നടുക്കിലൂടെ ഒന്ന് കൊരുത്ത് കൊടുക്കണം. അപ്പം അതിൻ്റെ ഒരു എൻഡ് നമ്മളൊരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇതിലൂടെ കൊരുത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ എല്ലാ ഇലയിലും ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ കൊരുത്ത് കൊടുക്കാം. അങ്ങനെ ഒരു മാല പോലെ ആക്കിയിട്ടാണ് നമ്മളിത് വെക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കുത്തുന്ന സമയത്ത് ഇല ശരിക്കും അതിനകത്ത് കയറാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ 2 സൈഡും അതിലായിരിക്കണം, അല്ലെങ്കിൽ തുറന്നു പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഈ എല്ലാ ഇലയിലും നമ്മൾ ആക്കിയതിന് ശേഷം നമുക്കിതുപോലെ ഒരു മാല പോലെ ആക്കിയെടുക്കാം. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് തെരളി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് മാല പോലെ കൊരുത്തിട്ടുണ്ട്. ആ ഈർക്കലിൻ്റെ ഒരറ്റം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ നമുക്കൊരു മാല പോലെ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ആറ്റുകൽ പൊങ്കാലയ്ക്കൊക്കെ ഇതുപോലെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇത് ഒരു ഇഡ്ഡലി ചെമ്പിലൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് പൊങ്കാലയ്ക്ക് വേവിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ പെട്ടെന്ന് വീട്ടിൽ ചെയ്യാനായിട്ടായതുകൊണ്ട് ഒരു ആവി കയറ്റുന്ന പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ ആ വയനയില ബാക്കി വന്ന് കുറച്ചെണ്ണം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, വെറുതെ ബാക്കി വന്നപ്പോൾ വെച്ചൂന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മണം കൂടുതൽ കിട്ടും. അപ്പോൾ ഇനി ഇതൊന്ന് ആവിയേറ്റി എടുക്കാം. ഒരു അരമണിക്കൂറിൽ കൂടുതൽ ചിലപ്പോൾ വേണ്ടി വരും. ഇത്തിരി വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ വേവിക്കുക. ഇപ്പം ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെന്തെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇറക്കി വയ്ക്കാം. വെന്ത് വരുമ്പോൾ നല്ല മണമാണ്. ഈ ഇലയുടെ മണമൊക്കെ ആയിട്ട് നല്ലൊരു മണമാണ്. അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല സ്വാദാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ആറ്റുകാലിലെ ഒരു പ്രധാനപ്പെട്ട വഴിപാട് കൂടി ആയതുകൊണ്ട് എല്ലാവരും അടുത്ത പൊങ്കാലയ്ക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും റെസിപ്പി കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ ഞാൻ മണ്ടപ്പുറ്റിൻ്റെ റെസിപ്പി ഇടാം. അതായത് ആറ്റുകാൽ പൊങ്കാലയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് മണ്ടപ്പുറ്റ്. അപ്പോൾ മണ്ടപ്പുറ്റിൻ്റെ റെസിപ്പിയും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് എല്ലാം കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പറയുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, താങ്ക് യു.